അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേൾക്കാനിടയായി. ദിവ്യഗർഭം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ വിളിച്ചു ചേർത്തിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള വാർത്തയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിനെ പോലുള്ള സമാന മൈൻഡുള്ള പല ആളുകളും വ്യാജ ത്വരീഖത്തുകാരും ഷെയ്ഖും മുറബികളികളും ഷെയ്ഖും മുരീദുകളുമൊക്കെ ആയി നടക്കുന്ന ആളുകൾ വ്യാജ ചികിത്സാരികളായി ചമയുകയും ചികിത്സയുടെ മറവിൽ അതല്ലാതെ ഉള്ള മറവുകളിലൊക്കെ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ചൂഷണം ചെയ്യുന്നവരാണ്, ചൂഷകരാണ് എന്ന് നമ്മൾ പലവട്ടം പല രൂപത്തിൽ പല ആളുകളെയും ചൂണ്ടി പറയാറുള്ളതാണ്. അത്തരമുള്ള ആളുകൾ എത്ര കേട്ടാലും നമ്മളെ സമൂഹത്തിന് യാതൊരു ബോധവും ഉണ്ടാവില്ല. വീണ്ടും ചെന്ന് കയറി കൊടുക്കാണ്ട് എന്നിട്ട് ആണ് പിന്നീട് അവരും പീഡിപ്പിച്ചു, ഇവൻ പീഡിപ്പിച്ചു. സത്യത്തിൽ ഒരു കുറ്റവാളി ആരാണ്? കയറി കൊടുത്ത നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കുറ്റവാളി. വാർത്ത വായിക്കുന്ന പെണ്ണ് പറഞ്ഞു കേട്ടു വ്യാജസിദ്ധൻ എന്നുള്ള വാക്ക്. വ്യാജസിദ്ധൻ എന്ന വാക്ക് തന്നെ തെറ്റാണ്. സിദ്ധൻ എന്ന് പറഞ്ഞാൽ തന്നെ വ്യാജനാണ്. പിന്നെ അവിടെ വ്യാജസിദ്ധൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഏതുപോലെ മദ്യം എന്ന് പറഞ്ഞാൽ തന്നെ വിഷമാണ്, പിന്നെ വിഷമദ്യം എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ സിദ്ധൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് വ്യാജനാണ്. നിങ്ങളെ സോക്കട മാറ്റാൻ പോയിട്ട് ഓൻ്റെ സോക്കട തന്നെ ഓനക്ക് മാറ്റാൻ കഴിയാതെയാണ് പലപ്പോഴും നടക്കുന്നത്. മാനസികമായും ശാരീരികമായുള്ള അസുഖങ്ങൾ പലപ്പോഴും കുതിരവട്ടം കൊണ്ടൊക്കെ മാറ്റുന്നവരാണ് പല സിദ്ധന്മാരും. അവനാൻ്റെ അസുഖം മാറ്റാൻ കഴിഞ്ഞിട്ട് ഓൻ താടി മുടി വളർത്തി പച്ച കുപ്പായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഓൻ്റെ അടുത്തേക്ക് നിങ്ങൾ രോഗശമനം ചെയ്തിട്ട് വല്ലാത്ത രോഗങ്ങളല്ലേ, കൈക്കാൽ കടച്ചിൽ, ഊരവേദന. ഇപ്പോൾ ഓൺലൈൻ വയ്ക്കും ഓഫ്ലൈൻ വയ്ക്കും, അത് മതി. എന്തിനധികം വളരെ സഹതാപത്തോടു കൂടി പറയട്ടെ, 96 വയസ്സുള്ള തള്ളാർക്ക് പോലും സുഖപ്രസവത്തിന് വേണ്ടി ദ്വാരക്കാനും കൈക്കാൽ കടച്ചിന് വേണ്ടി ഇത് ദ്വാരക്കാനും ഓൻ്റെ മജ്ലിസ് ഓൺലൈൻ മജ്ലിസിലിരിക്കുക. അധികം ആൾക്കാരും നടത്തുന്ന ഓൺലൈൻ മജ്ലിസിൻ്റെ വിജയം സ്ത്രീകളെ കൊണ്ടാണ്. നിസ്കരിച്ചെങ്കിലും വേണ്ടില്ല, ഓൺലൈൻ മജ്ലിസിലിരുന്നാൽ നിസ്കരിക്കാതെ സ്വർഗത്തേക്ക് പോകുന്നുള്ള വാഗ്ദാനങ്ങളാണ്. എന്നിട്ട് അതിന് ഓരോ പേരുകളും നൂറെ മദീന, സലാത്തുൽ ഫാത്തിഹ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ഓരോ പേരിട്ടിട്ട് അതിലങ്ങനെ ഇട്ടിട്ട് പോലെ കറാമത്തുകളും മുജിതത്വങ്ങളും ഇട്ട് പറഞ്ഞിട്ട് പൊരിപ്പിച്ചിട്ട് എൻ്റെ മേത്ത് ഒരുപാട് ശ്രോതാക്കളുണ്ട്, അത് തിത്തിമൂന് കാണാം, പിന്നെ സൂറാത്താക്ക് കാണാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാണ് പറ്റിക്കുക. എന്നിട്ട് ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾ മാപ്പിളാർ സൗദി അറേബ്യയിലെ റൊട്ടിക്കൂട്ടിലിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഇവർക്ക് ഗൂഗിൾ പേ വയ്ക്കും അല്ലാത്ത വയ്ക്കും ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. ബാക്കി പിന്നെ ഇവർക്കും വേണ്ടി ഇവരെടുത്തേക്ക് നേരെ ചെന്നിട്ട് ഏതെങ്കിലും ലോഡ്ജ് കൂടുക, തോന്നിയ സംഖ്യ ചെയ്യുക. പലവട്ടം ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പിണക്കണ്ടിച്ച് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയും ചെയ്യുക. എങ്ങനെയുണ്ട്? ഇതിവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഷെയ്ഖന്മാരുടെയും കണ്ടാൽ തന്നെ സഫീഹ എന്ന് ബോധ്യപ്പെട്ടാൽ പോലും പിന്നും ചെന്ന് കയറി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഉമ്മത്തിൻ്റെ സ്ത്രീകളുടെ ഒരു ദുരവസ്ഥ. എന്താ എനിക്കും നമ്മൾ പറയാം അല്ലേ? സമൂഹം മതപ്പതിച്ചു പോയി ഇത്രത്തോളം. എന്നാൽ ഇതൊക്കെ പറയുന്ന നമുക്കെതിരെ നമ്മളെങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യാനാണ് എല്ലാ ഭാഗത്തു നിന്നും വരും. ഇതൊക്കെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ വ്യാജ ഷെയ്ഖന്മാരുടെ വൈക്ക് വരും. പിന്നെ അങ്ങനത്തെ ആൾക്കാരൊന്നും പറയാൻ പാടില്ല. അവർക്ക് കുരുത്തക്കേട് തട്ടുന്നു. അതിന് കുരുത്തുണ്ടെങ്കിലേ കുരുത്തക്കേട് ഉണ്ടാവുള്ളൂ പറഞ്ഞതുപോലെ കള്ളന്മാരാന്ന് പറഞ്ഞിട്ട് എവിടുന്ന് കുരുത്തക്കേട് ഉണ്ടാക്കാനാ? ഇവന്മാർ സീറോ എന്നുള്ള കാര്യം സത്യമാണ്. അതുപോലെ നിയമവും കോടതിയൊക്കെ ഓൽക്കനുകൂലമായിരിക്കും. നിങ്ങളെ പീഡിപ്പിച്ചു പറഞ്ഞാണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കൊണ്ടുപോകും. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എത്തേണ്ടടുത്ത് അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഇറങ്ങി പോരും ചെയ്യും. അതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്കെതിരെ വ്യക്തമായി നമ്മളൊക്കെ പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അടുക്കരുത്, ഓൻ വ്യാജനാണ്, ഓൻ കള്ളനാണ്, ഓൻ തമ്മാടിയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും ഓനൊക്കെ പഴയ കാലത്ത് ഒരു സംഭവങ്ങളുണ്ടാവും, ചരിത്രം ഉണ്ടാകും. അവനൊക്കെ പെട്ടെന്ന് താടിയും മുടിയും വളർത്തിയാണ്ട് കൈമേൽ 5 വെല്ലുമ്പോൾ 10 മൂന്നര ഇട്ടിട്ട് ഏതെങ്കിലും മക്ബറിൻ്റെ അടുത്ത് പോയിട്ട് പച്ചൊല്ലി പോച്ച് മേപ്പട്ടോക്കി ഇങ്ങനെ ഇരുന്നിട്ട് വലിയ ആളായി വരികയാണ്. പക്ഷേ ഓൻ്റെ ഉള്ളിലെ പഴയ ക്രിമിനൽ സ്വഭാവം ഉണ്ടാകുമെന്ന് നമ്മൾ നിരന്തരം പറയാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ചാനലിലൂടെയൊക്കെ ഞാൻ നിരന്തരം പറയാറുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ വരെ കേസ് കിട്ടാറുമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം കള്ളനാണ് എന്ന് പറയുമ്പോൾ കള്ളന്മാർക്കും ഇഷ്ടപ്പെടില്ലത്. അപ്പോൾ ഒരു ചെന്ന് കേസ് കൊടുക്കും. 1 2 ഒന്നല്ല, ഒരുപാട്. അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. ഇതൊന്നും വെറുതെ പറയുന്നതല്ല.
ഓരോരുത്തരുടെ അനുഭവത്തിലാണ് ഈ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നോ പെരൻ്റെ ആധാരമടക്കം സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പെര വിറ്റുകാണ്ട് അതിൻ്റെ സമ്പത്ത് സമർപ്പിക്കാൻ പറഞ്ഞിട്ട് പൈസ ഇല്ലാഞ്ഞിട്ട് അവസാനം ബന്ധുവീട്ടിൽ പോയി അവിടുന്ന് പണം മോഷ്ടിച്ച് വരെ ഷെയ്ഖിന് സമർപ്പിക്കുന്ന സംഭവങ്ങൾ. ഇതൊക്കെയാണ് മുരീദുമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശരിക്ക് ഒരു ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ആത്മീയപരമായി ഉയർത്തുകയും അകവും പുറവും ശുദ്ധമാക്കാൻ വേണ്ടിയുള്ളതാണ്. അതിന് ഇപ്പോഴത്തെ ഷെയ്ഖന്മാരെ അടുത്ത് ചെല്ലുന്ന മുരീദുകൾ അകവും പുറവും കാട്ടുകള്ളന്മാരാകുകയാണ്. ഒരുവിധം കള്ളന്മാരൊക്കെ ചെന്നാൽ കാട്ടുകള്ളനായി വാർത്തകൾ വിടും. അല്പസ്വല്പമൊക്കെ നുണ പറയും. പക്ഷേ കള്ളത്തിന് നമ്മൾ അടിച്ചു മാറ്റുന്ന പരിപാടി ഇല്ലാത്തവനും ഷെയ്ഖിൻ്റെ മുരീദായി കൂടി ഉണ്ടെങ്കിൽ പെരുങ്കള്ളനായി മാറും. അമാനത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആരുടെ കയ്യിൽ നിന്നും പണമായിട്ടും സ്വർണമായിട്ടും അടിച്ചു മാറ്റിയ മുരീദുകൾ. ഷെയ്ഖും മുരീദുകളായ ആൾക്കാർ ചികിത്സ എന്നും പറഞ്ഞിട്ട് അന്യ പെണ്ണിനെ വിളിച്ചെടുത്തിട്ട് തൊമ്മാടിത്തരം ചെയ്യാം, പച്ചത്തമ്മാടിത്തരം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറ്റക്കാർ. ഇതൊക്കെയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നിങ്ങളൊക്കെ നന്നാവുമോ സഹോദരന്മാരെ? പറഞ്ഞു തന്നിട്ട് കാര്യമുണ്ടോ? എന്നും എന്നിട്ട് ഇജാതി വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ എന്തിനധികം ഈ സംസ്കാര കേരളം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ദൈവത്തിൻ്റെ മലപ്പുറം എന്ന് പറയുന്ന ഈ മലപ്പുറം ജില്ലയിൽ പോലും നിസ്കാരം വേണ്ട, ആലോചിച്ചിരുന്നാൽ മതി എന്ന് പറയുന്ന ഷെയ്ഖന്മാരും ആ ഷെയ്ഖിൻ്റെ ആളുകളാകുന്ന മുരീദുകളും എത്രയുണ്ട്? ഷെയ്ഖിൻ്റെ മുരീദ് ജീവൻ പോയപ്പോൾ കൊണ്ടുപോയി കുഴിച്ചിടണ്ട, ഇവിടെ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞാൽ ഈ മരിച്ചു പോയ ആൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസത്തോടു കൂടി റൂമിൽ ചന്ദനത്തിരിയും കത്തിച്ചു കൊണ്ടിരുന്ന ആളുകൾ വരെ മലപ്പുറം ജില്ലയിലുണ്ട് എന്ന കാര്യം നിങ്ങളറിയണം. ഈ കാലഘട്ടത്തിൽ വഹാബി മൗദൂദി എന്ന് പറയുന്ന പുത്തനാശയത്തേക്കാളും വലിയ കള്ളന്മാരും വലിയ ദുൽമും ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ ദുൽമുണ്ടാക്കുന്നവരും ഈ പറഞ്ഞ സാധനങ്ങളാണ്. ഇത് എല്ലാ മതത്തിലുമുണ്ട്. ഒരു ഇസ്ലാം മതത്തിന് മാത്രമല്ല, ക്രിസ്തു മതത്തിലുണ്ട്, ഹിന്ദു മതത്തിലുണ്ട്. അവരെല്ലാം ചൂഷണം ചെയ്യുന്ന ആളുകളാണ്. അതൊക്കെ തിരിച്ചറിയുന്നവരാണ്. പക്ഷേ അവരെക്കാളും കൂടുതൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഉമ്മത്തിൻ്റെ സ്ത്രീകൾ. അവർ സമാധാനം കാംക്ഷിച്ചുകൊണ്ട് കണ്ണ് കണ്ടവൻ്റെ ഒക്കെ പിന്നാലെ പോകുന്നൊരവസ്ഥ. ഇതിന് ദുരവസ്ഥ എന്നാണ് പറയേണ്ടത്. ശരിക്ക് ഈ മയക്കുമരുന്ന് ലോബികൾ വലിയ കണ്ണിയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒന്നൊന്നുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഭാഗം. ഷെയ്ഖാണെന്ന് പറഞ്ഞ് ഒരുത്തം മൂലക്കലിരിക്കുക, ഓൻ വലിയ ചികിത്സാരിയാണെന്ന് ഓൻ്റെ വാൽത്തോക്കന്മാരായ അനുയായികളായ ആൾക്കാരെങ്ങനെ പ്രചരിപ്പിക്കുക. എന്നിട്ട് ഓരോരോ ആവശ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് എന്ന് പറഞ്ഞിട്ടും ചികിത്സ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ആളെത്തിക്കുക. എന്നിട്ട് ഇവൻ്റെ വലിയ കറാമത്തുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിലൂടെ ഇങ്ങനെ തിന്നുക. എന്താ ചെയ്യാൻ? ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഈ ഷെയ്ഖന്മാർ തമ്മിലൊരു അടിപിടി ഉണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ അതും കണ്ടിരുന്നു. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ മഹദിയാണെന്ന് പറഞ്ഞു, അത് മറ്റൊരു അംഗീകരിക്കാൻ പറ്റണില്ല. മറ്റോ കുത്തുബുൽ ആലമാണ്, ലോകം ഒന്നായിട്ട് നിയന്ത്രിക്കുന്നത് എൻ്റെ ഉള്ളം കയ്യിലാന്ന് പറഞ്ഞു, അത് ഇവനും അംഗീകരിക്കാൻ കഴിയണില്ല. അങ്ങനെ അടിപിടി യൂട്യൂബിലൊക്കെ വന്നിരുന്നു. പിന്നീട് എന്തോ അയാളെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഇവന്മാരൊക്കെ അവസ്ഥ. തമ്മിൽ വലിയ വലിയ ആളുകളാണെന്ന് പറഞ്ഞിട്ട് അത് സമർപ്പിക്കുക, മുരീദന്മാരായ ആൾക്കാരിൽ നിന്ന് പണം വീങ്ങുക. എന്തിനധികം സ്വന്തം ബൈഅത്ത് ചെയ്ത മുരീദിൻ്റെ ഭാര്യയെ പോലും എനിക്ക് ഹലാലാണ്, എനിക്ക് തൊടണം, ഞാൻ ആവശ്യപ്പെട്ട അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വരെ പറയുന്ന ഷെയ്ഖന്മാരുണ്ടെന്നാ. മുരീദാണെങ്കിൽ ഇതിന് വൈപ്പിട്ട് കൊടുക്കും വേണം. കാരണം മുരീദിനെ സംബന്ധിച്ചിടത്തോളം ഒരു മയ്യത്ത് കഴിപ്പിക്കുന്നതിൻ്റെ മുമ്പിൽ മയ്യത്ത് എങ്ങനെയാണോ കെടുക്കുന്നത് ഇതുപോലെ ഷെയ്ഖിനെല്ലാം കീപ്പിട്ട് കൊടുക്കണം എന്നാ ഇത് യൂസി. എന്നിട്ട് സ്വന്തം ഭാര്യനെ പോലും കൊണ്ടുപോയി സമർപ്പിക്കുക. ഇത്രമാത്രം മതപ്പതിച്ചത് ഈ ഉമ്മത്തിലാണ് അധികം ഉള്ളത്. എല്ലാ വിഭാഗത്തിലും ഉണ്ടാവാം. മുസ്ലിം സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ഇജാതി പ്രവണതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം തമ്മാടിത്തരത്തിനെതിരെ പണ്ഡിതന്മാർ കാലങ്ങളായി പ്രതികരിച്ചിട്ടുമുണ്ട്. അതത് കാലങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊന്നും ചെവി കൊള്ളാൻ ആളെ കിട്ടൂല. അവർക്ക് രോഗശാന്തിക്കും വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടി കണ്ണ് കണ്ടവൻ്റെ പിന്നാലെ ഓടും, അവസാനം പെടും, എന്നിട്ട് അങ്ങനെ പോകും. ഇതിനെതിരെ ശക്തമായ താക്കീതുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആര് കേൾക്കാൻ, ആരോട് പറയാൻ? എങ്ങോട്ടാണ് ഇതിൻ്റെയൊക്കെ പോക്കുള്ളത്? ഇത്തരം ശൈത്താന്മാർക്കെതിരെ വ്യക്തമായ താക്കീതുകൾ വന്നിട്ട് പോലും അത് തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാവാതെ
ഓൺലൈൻ മജ്‌ലിസിൻ്റെ പിന്നാലെ പോവുകയും അവിഹിത ബന്ധങ്ങൾ വാർത്തുവിടുകയും അവസാനം കോടതിയും കേസും കൂട്ടും വാർത്തയുമൊക്കെ ആക്കി. മഹദി ഇമാമാണെന്ന് പറഞ്ഞ് ബലാത്സംഗം വ്യാജസിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂട്യൂബ് ചാനലിൽ നിരവധി ഫോളോവേഴ്സുള്ള മിറാക്കിൾ പാത്ത് എന്ന ചാനൽ നടത്തിവരുന്ന കാളികാവ് ഉദിരംപോയിൽ സ്വദേശിയായ സജിൻ ഷറഫുദ്ദീനെയാണ് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന വ്യാജസിദ്ധനെയാണ് കൊളത്തൂർ പോലീസ് തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ച് അറസ്റ്റ് ചെയ്തത്. താൻ മഹദി ഇമാമാണെന്ന് അവകാശപ്പെട്ട മിറാക്കിൾ പാത്ത്